എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ അന്നും സൂര്യോദയം പതിവ് പോലെയായിരുന്നു. ജനങ്ങൾ അവരവരുടെ ദിനചര്യകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ 8:15 ലിറ്റിൽ ബോയ് എന്ന പേരിൽ അറിയപ്പെട്ട അണുബോംബ് പതിച്ചത് കാരണം ഹിരോഷിമ ശ്മശാനമായി മാറി. 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവിടെ പക്ഷേ അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നായിരുന്നു. ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന റോബർട്ട് ഓപ്പൺഹൈമറും മറ്റ് ശാസ്ത്രജ്ഞരും ചേർന്ന് 1945 ജൂലൈ 16 ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചപ്പോൾ അതുണ്ടാക്കിയ ചലനങ്ങൾ നിരീക്ഷിച്ച ഓപ്പൺഹൈമർക്ക് അനുഭവപ്പെട്ടത് 1000 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പ്രഭ എന്ന ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിൽ പറയുന്ന ദിവി സൂര്യസഹസ്രസ്യ ഭവേ ജുഗപദുത്ഥിത യതിഭാ സ്വദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന എന്നതായിരുന്നു അത്രയും. അതായത് ഒരേ സമയത്ത് ആകാശത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുള്ള പ്രഭാവിശേഷം കാണപ്പെട്ടു എന്ന്. ആ 2 ബോംബാക്രമണത്തെയും അതിജീവിച്ചവർ പൊതുവെ അറിയപ്പെടുന്നത് ഹിബാക്കുഷ എന്നാണ്. അതിൽപ്പെട്ട ചിയോക്കോ മൊട്ടോമുറ എന്ന മഹതിയെ ഫോണിൽ കാണാനും ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ അവരോട് സംസാരിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് പദങ്ങൾ ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. സ്വന്തം വീടും നാടും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ 80 വർഷം കൂടെ ജീവിക്കാൻ അവസരം കൊടുത്ത വിധിയോടാണോ ആ സ്നേഹം എന്നറിയില്ല. ഞങ്ങളുടെ ഹ്രസ്വ സംഭാഷണത്തിനിടയിൽ ബോംബാക്രമണത്തെക്കുറിച്ച് അവർ തലേ ദിവസം സംഭവിച്ച ഒരു കാര്യത്തെ എന്ന പോലെ ഓർത്തെടുത്ത് പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു, ചെവിടടുപ്പിക്കുന്ന ശബ്ദവും. ആ സമയത്ത് അവരുടെ കൂടെയുണ്ടായിരുന്ന മുത്തശ്ശി പുറകിൽ വാതിലിൻ്റെ കണ്ണാടിച്ചില്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് തൻ്റെ കയ്യിലുള്ള കുട്ടിയെ ദേഹം കൊണ്ട് മുഴുവനായി മറച്ചു പിടിച്ചു. ഫലമോ, മുത്തശ്ശിയുടെ ദേഹത്ത് കുപ്പിച്ചില്ലുകൾ തുളഞ്ഞു കയറി. തൻ്റെ മുത്തശ്ശിയുടെ ജീവൻ്റെ വിലയാണ് തൻ്റെ ജീവിതമെന്ന് മൊട്ടോമുറോ പറഞ്ഞു. യുദ്ധത്തിന് ശേഷം സമാധാനം ഉണ്ടായില്ല. അവിടുന്ന് അങ്ങോട്ട് ജീവിതമേ ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം 21 കിലോ ഭാരമുള്ള ബോംബാണല്ലോ പതിച്ചത്. ഒരു നിമിഷത്തിൻ്റെ എത്രയോ ചെറിയൊരംശം കൊണ്ട് ചെറിയ കുട്ടികളടക്കം 10,000-കണക്കിന് മനുഷ്യരാണ് ജീവനോടെ കത്തിപ്പോയത്. ബോംബ് സ്ഫോടനം നടന്നത് 1945 പക്ഷേ ഹിബാക്കുഷ, അതായത് ബോംബാക്രമണത്തെ അതിജീവിച്ചവർ അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ്. കരുവാളിച്ച തൊലി, ക്യാൻസറിനെക്കുറിച്ചുള്ള ഭയം, തകർന്ന കുടുംബങ്ങൾ, മൂകത, ആണവപ്രസരണം ബാധിച്ച അവയവങ്ങൾ. അവരിൽ പലരും വർഷങ്ങളോളം ഭയം കൊണ്ടും ലജ്ജ കൊണ്ടും ആ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചില്ല. 2ാം തലമുറയിൽപ്പെട്ട ഒരു ഹിബാക്കുഷ, ടൊമാക്കോ വാട്ടനോവ് എന്ന ഒരു സമാധാന പ്രവർത്തകൻ്റെ പ്രസ്താവന. ഇത്രയൊക്കെയായിട്ടും ഹിബാക്കുഷ ഒരിക്കലും ആരെയും ശാപവചനങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നില്ല. അവർക്ക് പറയാനുള്ളത് ഭാവിയെക്കുറിച്ചാണ്. ഇനി ഒരിക്കലും പാടില്ല. അതാണ് അവരുടെ മുദ്രാവാക്യം. അന്തരീക്ഷത്തിലെ സൂര്യൻ്റേതല്ലാതെ ആണവായുധങ്ങളെ കൊണ്ട് ഇനി ഒരിക്കലും ഒരു കുട്ടിക്കും പൊള്ളലേൽക്കരുത്. അവരുടെ ശബ്ദം നേർത്തതായിരിക്കാം, പക്ഷേ അത് ആവേശഭരിതമാണ്. തീപ്പൊള്ളലേറ്റ വടുക്കളുള്ള ദേഹവും നിരാശയുടെ പടുകുഴിയിലാണ്ട മനസ്സും ഉള്ള ഹിബാക്കുഷകളിൽ 93 വയസ്സായ ടെറുമി ടെനാക്കയുടെ ആഗ്രഹം തനിക്കും തന്നെ പോലെയുള്ള ജപ്പാൻകാർക്കും സംഭവിച്ചത് ഒരിക്കലും ആവർത്തിച്ചുകൂടാ. ആണവയുദ്ധത്തെ അതിജീവിച്ചവർക്ക് വേണ്ടിയുള്ള സംഘടനയുടെ വേദിയിൽ
സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വീകരിച്ച ടനാക്ക 2024 ആഹ്വാനം ചെയ്തത് കൂട്ടക്കൊല നടത്താൻ ശേഷിയുള്ള ആണവായുധങ്ങളെ പൂർണ്ണമായും നിരോധിക്കണം എന്നായിരുന്നു. നോബൽ സമ്മാനം ലഭിച്ചതിൻ്റെ വിജയഭീതിയല്ല, മറിച്ച് അത് മനുഷ്യരാശിയോടുള്ള ആഹ്വാനമായിരുന്നു. 1945 അവസാനമാകുമ്പോഴേക്കും 1,40,000 ജനങ്ങൾ അവരുടെ അവസാനം കണ്ടു. വീണ്ടും ഒരു ആണവ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ മനുഷ്യരാശി നിമിഷങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും.